നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഹോസെ മൊറീഞ്ഞോ റയലിൻ്റെ കോച്ചായി വരികയാണല്ലോ. ടീമിലെ ചില സുപ്രധാന സൈനികങ്ങൾ ഉണ്ടാകുമെന്നുള്ളത് നേരത്തെ തന്നെ പുറത്തേക്ക് വന്ന വിവരമാണ്. അതിലൊന്നാണ് സെൻറ്റർ ബാക്ക് പൊസിഷൻ. ആ പൊസിഷനിലേക്ക് ഇപ്പോൾ ലിവർപൂളിൽ നിന്ന് ഫ്രഞ്ച് താരം ഇബ്രാഹിമ കൊനാറ്റയെ സ്വന്തമാക്കാനുള്ള റയലിൻ്റെ ശ്രമങ്ങൾ ഒരുപാട് മുന്നോട്ട് പോയിരിക്കുന്നു. താരവുമായിട്ട് വെർബൽ എഗ്രിമെൻറ്റിൽ എത്തിയിരിക്കുന്നു എന്ന് സ്പാനിഷ് മാധ്യമങ്ങളും ഇംഗ്ലീഷ് മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു. അവരെ ഉദ്ധരിച്ചുകൊണ്ട് ഫബ്രീസിയോ റൊമാനോയും ഇപ്പോൾ അക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. ഫബ്രീസിയോ നിലവിൽ എൽ ചിരിങ്കിറ്റോ ടിവിയുടെ മാർക്കോസ് ബെനീറ്റോയെ കോട്ട് ചെയ്തുകൊണ്ടാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ പറയുന്നത് എങ്ങനെയാണ്: റയൽ മാഡ്രിഡ് ഇപ്പോൾ ഇബ്രാഹിമ കൊനാറ്റയുമായിട്ട് വെർബൽ എഗ്രിമെൻറ്റിൽ എത്തിയിരിക്കുന്നു. 4 വർഷത്തെ ഡീലാണ് സൈൻ ചെയ്യാൻ പോകുന്നത്. ഡിപ്പെൻഡിങ് ഓൺ ഇഫ് ഓർ വെൻ ഫ്ലോറന്റിനോ പെരസ് ഈസ് റീ ഇലക്റ്റഡ്. ഫ്ലോറന്റിനോ പെരസിനെ റീ എലക്ട് ചെയ്ത് കഴിഞ്ഞാലാണ് ഈ ഡീല് നടക്കാൻ പോകുന്നത്. അധികം വൈകാതെ ഹിർവിഗോ ആയേക്കും എന്നാണ് ഫബ്രീസിയോ പറയുന്നത്. എന്തായാലും കൊനാറ്റെ ഇപ്പോൾ സൗദി അറേബ്യയിൽ നിന്നുള്ള ബിഡുകൾ വേണ്ടെന്ന് വെച്ച് റയൽ മാഡ്രിഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. റയൽ മാഡ്രിഡിലേക്ക് ചേക്കേറാൻ വേണ്ടി അദ്ദേഹം തയ്യാറെടുക്കുകയാണെന്നാണ് മാർക്കോസ് ബെനീറ്റോയുടെ റിപ്പോർട്ട്. അദ്ദേഹത്തെയാണ് ഇപ്പോൾ ഫബ്രീസിയോ എന്തായാലും ഉദ്ധരിച്ചിരിക്കുന്നത്. ഏതായാലും ഈ ഡീല് അധികം വൈകാതെ നടക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാവരും ഉള്ളത്. ആകെ വേണ്ടത് ഫ്ലോറന്റിനോ പെരസിൻ്റെ റീ എലക്ഷനാണ്. 2021 മുതൽ അദ്ദേഹം ലിവർപൂളിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം ഫ്രഞ്ച് ക്ലബിലൂടെ പാരീസ് FC-യിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ യൂത്ത് കരിയർ ആരംഭിക്കുന്നത്. പിന്നീട് അദ്ദേഹം ഷോസെക്സിന് വേണ്ടി കളിച്ചു. അത് കഴിഞ്ഞിട്ടാണ് RB ലീപ്സിഗിലേക്ക് പോയത്. അവിടെ 4 സീസൺ കളിച്ചിട്ടാണ് പിന്നീട് ലിവർപൂളിലേക്ക് 2021 എത്തിയത്. 2026 വരെ അവിടെ കളിച്ച താരമിത അവിടെ വിട്ടു പോകുന്നു. അത് ഇപ്പോൾ റയൽ മാഡ്രിഡിലേക്കാണ് എന്നതാണ് ഇതിൽ നിന്നൊക്കെ വ്യക്തമാവുന്നത്. 2022 മുതൽ ഫ്രാൻസിന് വേണ്ടി കളിക്കുന്ന താരം ഇതുവരെ അവർക്ക് വേണ്ടി 27 അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചു കഴിഞ്ഞു. എന്തായാലും ഫ്രഞ്ച് സെൻറ്റർ ബാക്ക് 27-കാരനായിട്ടുള്ള താരം റയലിലേക്ക് ചേക്കേറാൻ പോകുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.